അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മൾ ഇന്ന് ചോറിക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൈപ്പക്ക ഫ്രൈ ആണ് കേട്ടോ. തൈരും കൈപ്പക്കയും വെച്ചിട്ടുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ച കൈപ്പക്ക എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കിയിട്ട് ഇതേപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ ഉപ്പ്, പിന്നെ ഒരു പാക്കറ്റ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. നല്ല നാടൻ തൈരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് പുളിയുണ്ട് ഇതിൽ, അപ്പോൾ ഒരു പാക്കറ്റ് മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് നേരം ഈ കൈപ്പക്കമ്മ തൈരും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കൈപ്പക്ക ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ബാക്കി വന്ന തൈര് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. കരിയാതെ കിട്ടണമെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ട് ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ടൊന്ന് സമയമെടുത്ത് വേവിച്ചെടുക്കണം. അപ്പോഴേ ഈ തൈരിൻ്റെ പുളിയും മുളകിൻ്റെ എരിവും കൈപ്പക്കയുടെ കയ്പ്പും ഉപ്പും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ടേസ്റ്റ് വരിക, അല്ലെങ്കിൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതാ നമ്മുടെ കൈപ്പക്കൊക്കെ ഇവിടെ ഏകദേശം റെഡി വന്നിട്ടുണ്ട്. ഇതൊന്നുകൂടെ ഒന്ന് മുരിച്ചെടുക്കട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തീയിൽ വെച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കൈപ്പക്കൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.